അധികം മുഖവിലയോ അധികം പരിചയപ്പെടുത്തലോ ആവശ്യമില്ലാത്ത ദൈവത്തിലാണ്. ഒന്നല്ലെങ്കിൽ മറ്റൊരവസരത്തിൽ നമ്മളെല്ലാവരും അതിലൂടെയുള്ള ശുശ്രൂഷകൾ അനുഭവിച്ചിട്ടുള്ളവരാണ്. പാസ്റ്റർ കെ.ഒ. തോമസ്, അല്ലെങ്കിൽ സഹോദരൻ ടി.ടി. മാസ്റ്റർ എന്ന ദൈവദാസൻ ആഗോളപരമായി കർത്താവിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ട ദൈവത്തിനാണ്. ഈ പ്രിയ ദൈവദാസൻ കഴിഞ്ഞ അനേക വർഷങ്ങളായി ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു വാചകം, യോഹന്നാൻ വെളിപ്പാട് പുസ്തകത്തിൽ ആരംഭിക്കുന്നത് പോലെ യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവും തിരുവചനവും നിമിത്തം, ദൈവരാജ്യ നിമിത്തം, ദൈവവചന നിമിത്തം ഉയർത്തപ്പെട്ട ഒത്തിരി ദൈവഭക്തന്മാർ നമ്മുടെ ഇടയിലുണ്ട്. വചനത്തെ ആധികാരികമായി വിഭജിപ്പാൻ ദൈവം കൃപ കൊടുത്ത ഒരു അഭിഷിക്തനാണ് കർത്താവിന്റെ ദാസൻ. അനേക സന്ദർഭങ്ങളിൽ തന്നോടൊപ്പം സമയം ചിലവഴിപ്പാൻ ദൈവം എനിക്ക് അവസരം തന്നിട്ടുണ്ട്. ഈ രാത്രി തന്നോടൊപ്പമായിരിക്കുന്ന ഈ നിമിഷത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ദൈവനാമത്തിൽ, ദൈവസഭയുടെ നാമത്തിൽ, കർത്തൃദാസന്മാരുടെ നാമത്തിൽ ദൈവദാസനെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യും. ദൈവം നമ്മെ എല്ലാവരെയും ഇന്ന് രാത്രി അനുഗ്രഹിക്കട്ടെ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ആവശ്യമായ ദൈവകൃപ ഈ രാത്രി പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഈ ആരാധന തുടങ്ങുന്ന സമയത്ത് പ്രിയപ്പെട്ട പാസ്റ്റർ വിളിച്ചിരുന്നു. അദ്ദേഹം എനിക്ക് മനസ്സിലായി, ശരീരം കൊണ്ട് ദൂരസ്ഥമെങ്കിലും ഹൃദയം കൊണ്ട് സംസാരിച്ചു. ദൈവസഭയിൽ എല്ലാവരെയും വന്ദനം അറിയിക്കുവാൻ കർത്താവിന്റെ കൃത്യം പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വൈകിയ വേളയിൽ, ഇപ്പോൾ അവിടെ പ്രഭാതമാണ്, ഏകദേശം 9 മണി കഴിഞ്ഞ സമയമാണ്, വൈകിട്ടാണ് അദ്ദേഹത്തിന്റെ അവിടെയുള്ള ശുശ്രൂഷ ശുശ്രൂഷിക്കുന്നത്. കർത്താവ് തന്നെ ബലപ്പെടുത്തേണ്ടത് പ്രാർത്ഥിക്കുവാൻ കർത്താവിന്റെ ദാസൻ അറിയിച്ചിട്ടുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം തന്നെ റോയ് പാസ്റ്ററും കർത്താവ് തന്നെ ഏൽപ്പിച്ച ആത്മീയ ശുശ്രൂഷ ഉത്തരവാദിത്തങ്ങളുള്ള ബന്ധത്തിൽ കഴിഞ്ഞ ദിവസം യാത്രയിൽ നാട്ടിലെത്തിയിരിക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ ദാനം ചെയ്തെടുക്കേണ്ട ശുശ്രൂഷകളിൽ ദൈവം തന്നെ ബലപ്പെടുത്തേണ്ടതിനായി നമുക്ക് ആത്മാർത്ഥമായ ഹൃദയത്തോടെ പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ ദൈവസഭയെ ദൈവം നിലകളിൽ സൂക്ഷിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ ചില പ്രിയപ്പെട്ടവർ യാത്ര ചെയ്യുന്നു. വെക്കേഷനുള്ള ബന്ധത്തിൽ ഈ വൈകിയ വേളയിൽ ചിലർ യാത്ര ചെയ്യുന്നു. അടുത്ത ദിവസങ്ങളിൽ ചിലർ യാത്ര ചെയ്യുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കേണ്ടതിനായി ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെയും നിങ്ങൾ പ്രാർത്ഥനയിൽ വഹിക്കുന്ന കൃപകളെ നിങ്ങളുടെ താല്പര്യത്തെയും ദൈവത്തിനുള്ള പ്രാർത്ഥനയും ഓർത്ത് നിങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. 33-ാം സങ്കീർത്തനമാണ് എൻ്റെ ഹൃദയത്തിൽ ഈ ഉച്ചരിച്ച സന്ദർഭത്തിൽ പ്രകാശിപ്പിക്കപ്പെട്ടത്. കാരണം ഞാനിങ്ങനെ ഹൃദയം എൻ്റെ ദൈവസ്ഥനെ പകർന്നുകൊണ്ടിരിക്കുന്ന കർത്താവേ, ചില സന്ദർഭങ്ങളിൽ തലേ ആഴ്ച തന്നെ ദൈവം പ്രകാശിപ്പിക്കാറുണ്ട് അടുത്ത ഒരു ശുശ്രൂഷ. ഈ ദിവസങ്ങളിൽ ഞാൻ ഹൃദയം ദൈവസ്ഥനെ പകർന്നുകൊണ്ടിരുന്നുവെങ്കിൽ തന്നെ ഈ വ്യക്തമാക്കപ്പെട്ടിരുന്നില്ല ഏത് സങ്കീർത്തന ഭാഗമാണെന്ന് വൈകിട്ട് വായിക്കുന്നു. എന്നാൽ ഇത് ഉച്ച കഴിഞ്ഞ ശേഷമാണ് ഭാഗം എൻ്റെ മനസ്സിൽ പ്രകാശിപ്പിക്കപ്പെട്ടത്. 12 കാര്യങ്ങൾ വേഗത്തിൽ ഓർപ്പിച്ചതിന് ശേഷം നാം തുടർന്നുള്ള ശുശ്രൂഷകളിലേക്ക് അല്പനിമിഷം കൂടെ ദൈവത്തെ സ്തുതിക്കുവാനും പാടുവാനും നടത്തുവാനും ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാം വളരെ ചന്തവും ഉചിതവും നടക്കുവാൻ ദൈവത്തെ പ്രാർത്ഥിക്കുക. ഈ സങ്കീർത്തനത്തെ പ്രധാനമായും 2 ഭാഗങ്ങളായിട്ട് തിരിച്ച് ചിന്തിക്കുവാൻ വേഗത്തിൽ നമുക്ക് കഴിയും. ഇതിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ദൈവത്തിന്റെ വലിമയെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ പറഞ്ഞു തുടങ്ങുന്നത്, നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിക്കുക. 32-ാം സങ്കീർത്തനത്തിൽ നിന്ന് ഒരു വേർതിരിവില്ലാതെയാണ് 33-ാം സങ്കീർത്തനം. ഒരു കണ്ടിന്യൂവേഷൻ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. 32-ാം സങ്കീർത്തനത്തിന്റെ തലക്കെട്ടി ദാവീദിന്റെ ഒരു ധ്യാനം, മെഡിറ്റേഷൻ. ദാവീദ് ദൈവത്തെക്കുറിച്ച് അയവിറക്കുന്നു, ദൈവത്തിന്റെ സാന്നിധ്യത്തെ മനസ്സിലാക്കുന്നു, ദൈവത്തിന്റെ വലിമയെ തിരിച്ചറിയുന്ന ഒരു ഭാഗമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിന്റെ ഒരു തുടർച്ചയായിട്ടാണ് 33-ാം സങ്കീർത്തനം കാണുന്നത്. അതിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം എത്ര വലിയവനാണെന്ന് തന്റെ ചിന്തകൾക്കനുസരിച്ച് താനൊന്ന് പരിചയപ്പെടുത്തുവാൻ ശ്രമിക്കുന്നതോ നമുക്ക് കാണാൻ കഴിയും. യഹോവയുടെ പ്രവൃത്തികളെ കുറിച്ചും ദൈവത്തിന്റെ വലിമയെക്കുറിച്ചുമൊക്കെ ആ ഭാഗങ്ങളിൽ വളരെ ശക്തമായി വ്യക്തമായി എഴുതിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പല പല കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. അതിലൊന്ന് 6-ാം വാക്യത്തിൽ പറയുന്നു, യഹോവയുടെ വചനത്താൽ ആകാശവും അവന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി. എത്ര ലളിതമായിട്ടാണ് ദൈവം ആകാശത്തെയും ഈ പ്രപഞ്ചത്തിലുള്ള നക്ഷത്രങ്ങളെയും ഉളവാക്കിയത് എന്ന് മനസ്സിലാക്കുമ്പോൾ ദൈവം എത്ര ശക്തനാണെന്ന് അതിന്റെ മറുവശത്ത് ചിന്തിക്കാനാണ് സങ്കീർത്തനക്കാരൻ നമ്മൾ ആവശ്യപ്പെടുന്നത്. വളരെ
ശക്തനായ ഒരു ദൈവം തന്റെ വായിലെ വാക്കുകൊണ്ട് ആകാശത്തെയും ഈ ഭൂമിയെയും തന്റെ ശ്വാസത്താൽ സ്തോത്രം താൻ ആകാശത്തിലെ സകല സൈന്യങ്ങളെയും എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന നക്ഷത്ര വ്യൂഹത്തെ നമുക്ക് ലളിതമായി ചിന്തിക്കുവാൻ കഴിയും. ഞാൻ വിശദീകരിക്കുന്നില്ല, മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. 12-ാം വാക്യം അതിന്റെ ഒരു വഴിത്തിരിവിന്റെ ഭാഗമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. 12-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും അവൻ തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് സങ്കീർത്തനത്തിനൊരു ടേണിംഗ് പോയിന്റ്, സങ്കീർത്തനം മൊത്തത്തിലൊന്ന് ടേൺ ചെയ്യണം. അതുവരെ ദൈവത്തിന്റെ വലിമയെ കുറിച്ച് മനസ്സിലാക്കിയ സങ്കീർത്തനക്കാരൻ ഇപ്പുറത്ത് മനുഷ്യനെ ദൈവം കടാക്ഷിക്കാനുള്ള കാരണം എന്താണെന്ന് ഒന്ന് താൻ അയവറക്കുകയാണ്. താൻ ഒന്നുകൂടെ പുനർവിചിന്തനം ചെയ്യുക. ദൈവം എന്തുകൊണ്ട് മനുഷ്യനെ കടാക്ഷിക്കുന്നു, അതിനുള്ള അടിസ്ഥാനം എന്താണ്, അതിനുള്ള ദൈവം കണ്ടിരിക്കുന്ന യോഗ്യത എന്താണ്? അതാണ് അല്പനിമിഷം എന്റെ ഹൃദയത്തിലേക്ക്, എന്റെ ശ്രദ്ധയിലേക്ക് വന്ന ചില കാര്യങ്ങൾ. അറിയാൻ വയ്യാത്ത പുതിയ ഒരു കാര്യവും ഞാൻ പറയാൻ ഇന്ന് ആഗ്രഹിക്കുന്നില്ല. ഇതിനകത്ത് നിന്നോ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാവുന്ന ചില കാര്യങ്ങൾ. ഇത്രയൊക്കെ കാര്യങ്ങൾ ഈ വലിയ ഭൂമിയും ഈ പ്രപഞ്ചഗോളങ്ങളെയും എല്ലാം ദൈവം സൃഷ്ടിച്ച്, പിന്നെ സമുദ്രത്തിലെ വെള്ളത്തെ ദൈവം കൂമ്പാരമായി കൂട്ടുന്നു. അങ്ങനെ പല നിലകളിൽ ദൈവത്തിന്റെ വലിമയെ കുറിച്ച് പറഞ്ഞിട്ട് മനുഷ്യനെ ദൈവം പരിഗണിക്കാൻ, മനുഷ്യനെ ദൈവം ഗണിക്കാൻ, മനുഷ്യനെ ദൈവം കരുതാനുള്ള കാരണം എന്താണ് എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് എന്നെ വളരെ ചിന്തിപ്പിക്കുവാൻ ഇടയായി തീർന്നു. അതിന്റെ ഭാഗ്യാവസ്ഥയെ കുറിച്ചാണ് 12-ാം വാക്യത്തിൽ പറയുന്നത്. യഹോവ ദൈവമായിരിക്കുന്ന ജാതി, അവൻ തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്തിരിക്കുന്ന ജനം ഭാഗ്യമുള്ളത്. എങ്ങനെയാ ഭാഗ്യമുള്ളവരായി തീർന്നത്? എങ്ങനെയാണ് ദൈവം മനുഷ്യനെ തിരഞ്ഞെടുക്കാൻ, മനുഷ്യനിൽ ശ്രദ്ധ വയ്ക്കാൻ എന്താണ് കാരണം എന്ന് നാം ഇവിടെ നോക്കുമ്പോൾ, ഇത്രയൊക്കെ ഗോളങ്ങളെ ദൈവം സൃഷ്ടിച്ച് നിർത്തിയിരിക്കുന്നെങ്കിലും കമ്പാരിറ്റീവ്ലി ഭൂമി എന്ന് പറയുന്ന നാം ജീവിക്കുന്ന ഈ ഗോളമൊക്കെ മറ്റ് പ്രപഞ്ചഗോളങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ചെറുതാണ്. ധാരാളം പ്രപഞ്ചഗോളങ്ങൾ ഈ ഭൂമി ഈ പ്രപഞ്ചത്തിലുണ്ട്, ഗോളങ്ങളുണ്ട്. അതൊക്കെ ഇന്നും മനുഷ്യൻ തന്റെ പരിശ്രമം കൊണ്ട്, ശാസ്ത്രം തന്റെ പരിശ്രമം കൊണ്ട് അതിനെ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും എവിടെയെങ്കിലും ഒരു പുതിയ നക്ഷത്രത്തെയോ ഒരു പുതിയ ഗോളത്തെയോ കണ്ടെത്തി കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള വാർത്ത എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ്. പിന്നെ പത്രത്തിൽ പ്രധാന വാർത്ത അതാണ്, ഇങ്ങനെ ഒരു കാര്യത്തെ നമ്മുടെ നാസയിലെ അല്ലെങ്കിൽ ഇന്നടത്തെ സയന്റിസ്റ്റുകൾ കണ്ടെത്തിയിരിക്കുന്നു എന്നൊക്കെ പറയുന്നു. എന്നാൽ ഇതൊക്കെ ദൈവത്തിന്റെ കരവിരുതിനകത്ത്, ദൈവത്തിന്റെ സൃഷ്ടിപ്പിനകത്ത് എനിക്ക് തോന്നുന്നു തന്നോടൊപ്പം വസിക്കാൻ തിരഞ്ഞെടുക്കപ്പെടുന്ന ദൈവജനം ഏതായാലും ഉപയോഗരഹിതമായിട്ട് ദൈവം ഒന്നും എന്ത് ചെയ്യത്തില്ല, സൃഷ്ടിക്കത്തില്ല. ആവശ്യമില്ലാതെ ദൈവം ഒന്നും ഉണ്ടാക്കത്തില്ല. അപ്പൊ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇതിനു മുമ്പ് പല ആവശ്യം പറഞ്ഞിട്ടുണ്ട്, പലരും കേട്ടിട്ടുള്ളവരുണ്ട്, ബൈബിൾ കോളേജിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ദൈവം ഏതായാലും ഉപയോഗമില്ലാതെ ദൈവം ഒരു കാര്യം എന്ത് ചെയ്യത്തില്ല, ഉണ്ടാക്കത്തില്ല, സൃഷ്ടിക്കത്തില്ല. അപ്പൊ ദൈവം ഈ സൃഷ്ടിച്ചിട്ടിരിക്കുന്ന ഈ കോടാനുകോടി കോളങ്ങളുണ്ടല്ലോ, ഇതൊക്കെ എനിക്ക് തോന്നുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട തന്റെ ജനത്തിന് ഓരോ ഉത്തരവാദിത്വം ഏൽപ്പിച്ച് കാര്യങ്ങൾ ദൈവം, ഭയങ്കര പദ്ധതികൾ ദൈവത്തിന്റെ മനസ്സിലുണ്ട്. യഹോവയുടെ മനസ്സ് ആർക്കാ ആരാഞ്ഞറിയാൻ കഴിയുന്നത്? ദൈവത്തിന്റെ മനസ്സിനകത്ത് ഒത്തിരി പ്ലാനുകളുണ്ട്. നാളെ ഈ ഭൂമി ഇന്നിപ്പോ ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും നാളെ ഈ ഗോളങ്ങളെയൊക്കെ എനിക്ക് തോന്നുന്നത് ദൈവം ഒന്ന് പുനർരൂപപ്പെടുത്തി അതിനെ ക്രമീകൃതമായ പല നിലവാരത്തിൽ ദൈവത്തിന്റെ വലിയ പദ്ധതികൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ ദൈവത്തിന് താല്പര്യമുണ്ടാകാം. കർത്താവിന്റെ പ്രവൃത്തികൾ എവിടം വരെ നമുക്ക് പരിമിതപ്പെടുത്താൻ പറ്റും? ഒരിക്കലും പറ്റത്തില്ല. അപ്പൊ അത്ര വലിയവനായ ദൈവം, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ആ വലിയവനായ ദൈവം ഇതെല്ലാം ദൈവത്തിന്റെ ദൃഷ്ടിപരിധിക്കകത്തുണ്ടെങ്കിൽ, ഈ ഗോളങ്ങളും തന്റെ സൃഷ്ടികളും എല്ലാം തന്റെ കാഴ്ചക്കകത്തുണ്ടെങ്കിലും ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. മനുഷ്യപുത്രന്മാരെയൊക്കെയും കാണും. 14-ാം സങ്കീർത്തനവും 53-ാം സങ്കീർത്തനവും ഒക്കെ ചേർത്ത് വായിക്കുമ്പോൾ യഹോവയെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണാൻ ദൈവം ചെയ്യുന്നു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കും. ഇവിടെയാണ് ഞാൻ എന്റെ വില മനസ്സിലാക്കുന്നത്. ഇവിടെയാണ് ദൈവത്തിന് മുൻപിൽ എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പ്രതീക്ഷ എത്ര വലുതാണെന്ന് മനസ്സിലാക്കുന്നത്. ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഈ ഭൂമിയിലുണ്ടെങ്കിൽ, ഈ പ്രപഞ്ചത്തിലുണ്ടെങ്കിലും ദൈവം വളരെ ഉത്തരവാദിത്തങ്ങളിൽ വ്യാപൃതനാണെങ്കിലും അതിന്റെ നടുക്ക് 31:1 മുതൽ വെളിപ്പാട് പുസ്തകം വരെ നോക്കിയാൽ തന്നിൽ
ആശ്രയിക്കുന്ന ഒരു വ്യക്തിയെ കാണാനും ആ വ്യക്തിയോട് ഇടപെടാനും ആ വ്യക്തിയോട് സമ്പർക്കം പുലർത്താനും ഇത്രയും ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെങ്കിലും, ഇത്രയും ഗോളങ്ങൾ പ്രപഞ്ചത്തിൽ ദൈവത്തിന്റെ അധികാര പരിധിക്കകത്ത്, അവകാശത്തിനകത്തുണ്ടെങ്കിലും, ഇതിനകത്തുനിന്നെല്ലാം ദൈവം തന്നിൽ ആശ്രയിക്കുന്ന ഒരു ഭക്തനുണ്ടോ എന്ന് കാണാൻ ഇന്നും നോക്കിക്കൊണ്ടിരിക്കുന്നു. വേദപുസ്തക ചരിത്രത്തിൽ നോക്കിക്കോ, ആദമിനെ സൃഷ്ടിച്ചതിന് ശേഷം വേദപണ്ഡിതന്മാർ, ദൈവഭക്തന്മാർ പറയുന്നത് നമ്മൾ പലയാവർത്തി കേട്ടിട്ടുണ്ട്. ആദമിനെ സൃഷ്ടിച്ചതിന് ശേഷം വെയിലാറുമ്പോൾ ദൈവം ഇറങ്ങി വരിക, മനുഷ്യനോടൊപ്പം സമ്പർക്കം പുലർത്താൻ. ഒരു ദിവസം മനുഷ്യനെ കാണാഞ്ഞപ്പോൾ ദൈവത്തിന്റെ ഹൃദയം എന്ത് ചെയ്യുന്നു? അവനെ അന്വേഷിക്കുന്നു, വിളിച്ചു ചോദിക്കുന്നു, മനുഷ്യ നീ എവിടെ? ഹല്ലേലൂയ, സ്തോത്രം. എത്ര പ്രാധാന്യതയാണെന്ന് ഓർത്തു നോക്കിയേ. ദൈവത്തിന് ഒരു താൻ സൃഷ്ടിച്ച, തന്നെ അന്വേഷിക്കുന്ന, തന്റെ ഹിതമാരായുന്ന ഒരു വ്യക്തിയെ കുറിച്ച് ദൈവത്തിന് എത്ര താല്പര്യമാണെന്ന് വേദപുസ്തകം വളരെ ശക്തമായിട്ട് നമ്മളോട് വെളിപ്പെടുത്തുന്നു. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഇത് കാണാം. യോഹന്നാൻ, വയോവൃദ്ധനായ ഒരു മനുഷ്യൻ, 90 വയസ്സ് കഴിഞ്ഞ വൃദ്ധനായ ഒരു മനുഷ്യൻ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളുടെ മധ്യ തിരുവിതാംകൂറിലെ ഭാഷയിൽ പറഞ്ഞാൽ ക്ഷമിക്കണം, കടുംവെട്ടായിരിക്കുന്ന ഒരു മനുഷ്യൻ. ഇനി അദ്ദേഹത്തെ കുറിച്ച് വലിയ പ്രതീക്ഷയൊന്നുമില്ല, പോട്ടെ, അടുത്ത തലമുറ വരട്ടെ എന്ന് വേണമെങ്കിൽ നമ്മൾ പറയും. എന്നാൽ ദൈവം അത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവനെ നാട് കടത്തി പത്മോസിന്റെ ഏകാന്തതയിൽ പോയി. ഓക്കെ, അവന് എല്ലാവർക്കും ഓരോ വാഹനം വേണ്ട ഈ ഭൂമിയിൽ നിന്ന് പോകാൻ. അദ്ദേഹം ഇത്രയും നാൾ ശുശ്രൂഷിച്ചില്ലേ, വയോവൃദ്ധനായില്ലേ, ഇനി അദ്ദേഹം പോകട്ടെ എന്ന് തള്ളിക്കളയാനല്ല ദൈവത്തിന്റെ ആഗ്രഹം. പ്രതിസന്ധികളുടെ നടുവിലും, ഒറ്റപ്പെടലിന്റെ നടുവിലും, നാട് കടത്തലിന്റെ നടുവിലും തന്നിൽ ഏകാഗ്രചിത്തനായിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് ദൈവം നോക്കി കണ്ടപ്പോൾ അവന്റെ ജീവിതാന്ത്യത്തിന് മുമ്പ് വീണ്ടും അവനെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ച് ദൈവസഭയ്ക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കാൻ സ്വർഗത്തിലെ ദൈവം യോഹന്നാനിലൂടെ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുന്നത്, അതിന്റെ ചരിത്രമാണ് വെളിപ്പാട് പുസ്തകമെന്ന് ഇന്ന് രാത്രി ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. മറ്റാരും ഇല്ലാഞ്ഞിട്ടല്ല, വേറെ ഭക്തന്മാരെ ലഭിക്കാഞ്ഞിട്ടല്ല. ആ നൂറ്റാണ്ടിൽ സഭയുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുക, ദൈവജനത്തിന്റെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുക, സഭ വ്യാപിച്ചുകൊണ്ടിരിക്കുക, ആത്മാക്കൾ വിടുവിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. പീഡനമുള്ളപ്പോൾ തന്നെ സഭ വളർന്നുകൊണ്ടിരിക്കുക. എന്നാൽ അതിനകത്ത് എന്നെ ചിന്തിപ്പിച്ചത് ഏകാഗ്രചിത്തതയോടെ കത്ര ദിവസത്തിൽ ഞാൻ ആത്മവശനായി എന്താണ് ദൈവത്തിന് എന്നോട് പറയാനുള്ളതെന്ന് തിരിച്ചറിയേണ്ടതിന് വേണ്ടി എന്റെ ശ്രദ്ധ ഞാൻ ദൈവത്തിങ്കിലേക്ക് പതിപ്പിച്ചപ്പോൾ ആ ദൈവം മറ്റെല്ലാ അതിന്റെ ഭൂമിയുടെ കോണുകളിലും ഭക്തന്മാരിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് ഹല്ലേലൂയ, സ്തോത്രം, സ്തുതിയും സ്തോത്രവും ഒക്കെ ഉയരുന്നുണ്ടാകാം. അതിന്റെ നടുവിൽ ഏകാഗ്രചിത്തതയോടുകൂടി ഒരു ദൈവപ്രവൃത്തിയെ ആഗ്രഹിച്ചു നോക്കുന്ന ആ ഭക്തനെ ചില ഉത്തരവാദിത്വങ്ങളോടെ ഏൽപ്പിച്ച് അവന്റെ ജീവിതത്തിലൂടെ ചില ക്രിയകളോടെ ചെയ്തെടുക്കാൻ ദൈവം ആഗ്രഹിച്ചതിന്റെ പരിണിത ഫലമാണ് വെളിപ്പാട് പുസ്തകത്തിൽ സഭയുടെ ഭാവിയെ കുറിച്ചുള്ള വലിയ കാഴ്ചപ്പാട് ദൈവം കൈമാറ്റം ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുക. ആരെയാ നോക്കുന്നത്? ഉത്സാഹത്തോടെ, സമർപ്പണത്തോടെ, താല്പര്യത്തോടെ, ആഗ്രഹത്തോടെ ദൈവഹിതം അനുഷ്ഠിക്കുവാൻ. ദൈവമേ, നിനക്കൊരു ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടിയുണ്ട്. എനിക്ക് പരിമിതികളുണ്ട്, എനിക്ക് കഴിവുകേടുകളുണ്ട്, എനിക്ക് ശാരീരിക ബലഹീനതകളുണ്ട്, എനിക്ക് മാനസിക ബലഹീനതകളുണ്ട്, എനിക്ക് ഭൗതികമായ ചുറ്റുപാടുകൾ പരിമിതമാണ്. എങ്കിലും നിനക്ക് വേണ്ടി ഒന്ന് പാടണമെങ്കിൽ, നിനക്ക് വേണ്ടി ഒന്ന് നിന്റെ സന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ, നിന്റെ നാമത്തിന് വേണ്ടി ഒന്ന് നിൽക്കണമെങ്കിൽ, നിന്റെ ഇഷ്ട നിവൃത്തിക്ക് വേണ്ടി ഈ ദേശത്തോടുള്ള ബന്ധത്തിൽ, ഈ തലമുറയുള്ള ബന്ധത്തിൽ എന്തെങ്കിലും ചെയ്യാൻ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അതിന് ലഭ്യമാണെന്ന് പറയുന്ന ഒരു ഭക്തനെ ഉപയോഗിക്കാൻ ഈ തലമുറയിലും ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് പറയുന്നത്, തങ്ങളുടെ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാൻ എന്ന് കാണിക്കേണ്ടതിന് യഹോവയുടെ ദൃഷ്ടി ഭൂമിയിലൊക്കെ എന്ത് ചെയ്തോണ്ടിരിക്കുക, സഞ്ചരിച്ചു. ദൈവസ്വർഗത്തിൽ നോക്കും, മനുഷ്യന്മാരെയൊക്കെ കാണുന്നു. എല്ലാം പറഞ്ഞിട്ട് താഴോട്ട് വന്നിട്ട് സങ്കീർത്തനക്കാരൻ പറയുന്ന ഒരു കാര്യം പറഞ്ഞാൽ നിർത്താം. പറയുകയാണ്, സൈന്യബഹുത്വ രാജാവ് ജയം പ്രാപിക്കുന്നില്ല, ബലാധിക്യം കൊണ്ട് വീരൻ രക്ഷപ്പെടുന്നു, ജയത്തിൽ കുതിര വ്യർത്ഥം. 3 കാര്യം. സൈന്യബഹുത്വമുള്ള, ബലാധിക്യമുള്ള
എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ബലം അധികമാക്കി തന്നെ തന്നെ കരുത്തനാക്കി സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ആര്? വീരൻ. ബലാധിക്യം എന്ന് പറഞ്ഞാൽ എന്റെ ശക്തിയെ ഞാൻ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് എന്റെ ശക്തിയെ ഞാൻ ഓരോ ദിവസം എന്ത് ചെയ്യുക? ഒരു മല്ലനായി, ഒരു റെസ്ലറായി, അല്ലെങ്കിൽ ഒരു യുദ്ധവീരനായി തീരാൻ എന്തെല്ലാം പ്രയത്നങ്ങൾ ചെയ്യണമോ അങ്ങനെ ചെയ്ത് തന്നെ തന്നെ ഒരുക്കിയിരിക്കുന്ന വ്യക്തി ആര്? മൂന്ന്, കുതിര. ജയത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടും കുതിര. ഇതിന്റെ മൂന്നിന്റെ കഴിവിനെയല്ല, കഴിവുകളിനെയാണ് വെളിപ്പെടുത്തുന്നത്. സങ്കീർത്തനക്കാരനോട് പറയുന്നു, സൈന്യ ബഹുത്വം കൊണ്ട് രാജാവ് ചെയ്യുന്നില്ല, ജയം പ്രാപിക്കുന്നു. അവര് തന്റെ കണ്ണിന്റെ മുമ്പിൽ ഇതെല്ലാം കണ്ടുകൊണ്ടാണ് താൻ നല്ല ചെറുപ്പത്തിലെ, വളരെ ചെറുപ്പത്തിലെ യുദ്ധം അഭ്യസിച്ച ഒരു മഹാനാണ്. അത് മനുഷ്യനോട് മാത്രമല്ല, കാട്ടുമൃഗങ്ങളോടും യുദ്ധം ചെയ്ത് നല്ലൊരു അഭ്യാസിയായിട്ട്. ഇനി ഒരു രാജാവ് മാത്രമല്ല, ഒരു വീരനും കൂടെ ആര്? അവീന. ഇനി മാത്രമല്ല, ഒരുപക്ഷെ ഈ സങ്കീർത്തനം എഴുതുമ്പോൾ തന്റെ യുദ്ധത്തിന് വേണ്ടി താൻ പ്രത്യേകമായിട്ട് ഉപയോഗിക്കുന്ന കുതിരകൾ ചിനയ്ക്കുന്ന ശബ്ദം ഒരുപക്ഷെങ്കിൽ അങ്ങ് അകലെ ആരും കേൾക്കുന്നുണ്ടാകാം, ദാവീദ് കേൾക്കുന്നു. എന്നാൽ ജീവിതത്തിൽ വിജയം പ്രാപിച്ചാൽ, ജീവിതത്തിൽ നേട്ടം പ്രാപിക്കാൻ, ജീവിതത്തിൽ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ ഇതൊന്നും പ്രയോജനപ്രദമല്ലെന്നും ദൂരെ നിന്ന് മാറി നിന്ന് കണ്ടിട്ട് അഭിപ്രായം പറയുന്നവനല്ല ദാവീദ്. ദാവീദ് ഈ മൂന്ന് കാര്യങ്ങളും തന്റെ ജീവിതത്തിൽ മനസ്സിലാക്കിയതിനു ശേഷം വിളിച്ചു പറയുകയാണ്. സൈന്യം എത്ര വലുതാണെങ്കിലും യഹോവയുടെ കരം പ്രവർത്തിച്ചില്ലെങ്കിൽ യുദ്ധം വിജയമാകത്തില്ല. ഞാൻ എന്റെ കൈക്കരുത്ത് എത്ര ഞാൻ നന്നായി അഭ്യാസം ചെയ്ത് വ്യായാമം ചെയ്ത് എത്ര ബലവാനായി ഞാൻ എന്നെ തന്നെ തീർത്താലും ബലാധിക്യം കൊണ്ട് വീരൻ എന്ത് ചെയ്യുന്നില്ല? രക്ഷപ്പെടുന്നില്ല. അടുത്തത് പറയുന്നു, എനിക്ക് ഒത്തിരി സൈന്യങ്ങളുണ്ട്, എനിക്ക് ഒത്തിരി 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 കുതിരകളുണ്ട്. ഇന്നും നമ്മള് ശക്തിയുടെ അടിസ്ഥാനമായിട്ട് ഉപയോഗിക്കുന്നത് ഏത് വാക്കാ? അല്ലെങ്കിൽ സ്തോത്രം, ഹോഴ്സ് പവർ അല്ലേ? ഹോഴ്സ് പവർ ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ശക്തിയെ കാണിക്കാൻ വേണ്ടി. എന്നാൽ സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുകയാണ്, അല്ലെങ്കിൽ സ്തോത്രം, ജയത്തിന് കുതിര എന്നാണോ? വ്യക്തമാണ്. ഹല്ലേലൂയ. ഈ രണ്ട് ഭാഗങ്ങൾ നിന്നുകൊണ്ടാണ് ദൈവം മനുഷ്യനെ നോക്കുന്നതിന്റെ ചരിത്രം ഇവിടെ പറയുവാനിടയായിട്ടുള്ളത്. ഞാൻ എന്റെ വാക്കുകളുടെ അവസാനിപ്പിക്കുക. ഒരു വശത്ത് ദൈവത്തിന്റെ വരിമയെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ 12-ാം വാക്യം വരെ പറഞ്ഞിട്ട്, മറുവശത്ത് ഹല്ലേലൂയ സ്തോത്രം, ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് മനുഷ്യനെ നോക്കുന്നു. അതിന് താഴെ സങ്കീർത്തനക്കാരൻ വിശദീകരിക്കുകയാണ്, ഈ പറയുന്ന സൈന്യബഹുത്വമോ വീരന്റെ ശക്തിയോ കുതിരയുടെ ബലമോ ഇതെല്ലാം അപ്രസക്തമാണ്. എന്നാൽ രാത്രി ഒരു കാര്യം പറഞ്ഞാൽ അവസാനിപ്പിക്കട്ടെ. ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി അവിടെ നിന്ന് കൃപയാർജിക്കാൻ അവരിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജിച്ചു പോയി. ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്ങൾ ആശ്രയിച്ചു, നീ അവരെ വിടുവിച്ചു. വചനത്തിൽ എഴുതിയിരിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ പ്രിയരെ, അല്ലെങ്കിൽ ശക്തിക്ക് കുറവുണ്ടെന്ന് നമുക്ക് എപ്പോഴെങ്കിലും തോന്നുന്നെങ്കിൽ പുതിയ നിയമത്തിലും ഇതേ ഭാഷ്യം തന്നെയാണ് പൗലോസ് പറയുന്നത്. ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ബലഹീനമായതിനെയാണ് തിരഞ്ഞെടുക്കുന്നത്. ഭക്തന്മാരുടെ ജീവിതത്തിൽ എന്താ കഷ്ടങ്ങൾ വരുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഈ സങ്കീർത്തന ഭാഗം എടുത്തപ്പോൾ എന്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് ഒരു ചിന്ത കടത്തിവിട്ടു. സ്തോത്രം, ഭക്തിയോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രതികൂലമുണ്ടാകും, ഉപദ്രവമുണ്ടാകുമെന്ന് പുതിയ നിയമത്തിൽ പറയുന്നത്. മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത് ശാരീരിക കഷ്ടങ്ങൾ, മാനസിക സമ്മർദ്ദങ്ങൾ, പരമാർത്ഥമായി ദൈവത്തിന് വേണ്ടി നിൽക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ജീവിതത്തിൽ ദുർബലമാക്കപ്പെടുന്ന അനുഭവങ്ങൾ വരുന്നത് എന്തുകൊണ്ട് എന്ന് ഈ സങ്കീർത്തന ഭാഗം വായിച്ചപ്പോൾ എന്റെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നുപോയി. അല്ലെങ്കിൽ സൈന്യബഹുത്വം നമുക്കുണ്ടാകാം, എന്നാൽ അതിനെ ദുർബലമാക്കിയിട്ട് ദൈവം നമ്മിലൂടെ തന്റെ മഹത്വം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുക. ഒരുപക്ഷെങ്കിൽ നമ്മളൊരു വീരനാണെന്ന് നമുക്ക് എവിടെയെങ്കിലും തോന്നുന്നെങ്കിൽ ആ തോന്നലിനെ കൂടെ ദൈവം ഇല്ലാതാക്കിയിട്ട് യഹോവയാണ് നമ്മളെ വീരനാക്കുന്നതെന്ന് ദൈവം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഒരുപക്ഷെങ്കിൽ കുതിരയെ പോലെയുള്ള
ബലപ്പകരുന്ന ഒത്തിരി സാഹചര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടും ഉണ്ടാകും. ഒരു നിമിഷം കൊണ്ട് ദൈവം അത് ദുർബലമാക്കുന്നത് പോലെ ദൈവമേ നീ എന്നോട് ഇങ്ങനെ ചെയ്തോ എന്ന് നമുക്ക് തോന്നിപ്പോകും. എന്നാൽ ഇന്ന് ഞാൻ പറയട്ടെ, പ്രൈസ് ദി ലോർഡ്, ദൈവം ആരെയെങ്കിലും ഉപയോഗിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഉപയോഗിക്കുമ്പോഴതിന്റെ ഒക്കെ പിന്നിൽ ദൈവം പല ദുർബലതകളിലൂടെയും കടത്തിവിട്ടിട്ടുണ്ട്, ശൂന്യമാക്കുന്ന അനുഭവങ്ങളിലൂടെ പോയിട്ടുണ്ട്. അത് നമ്മളെ തളർത്തിക്കളയാനല്ല, നമ്മെ ഇല്ലാതാക്കാനല്ല, പൂർണ്ണ മഹത്വത്തോടെ ദൈവത്തിനൊരു വീരനായ അതിലൂടെ എഴുന്നേൽക്കാനാ, ദൈവത്തിന്റെ മഹത്വം നമ്മെ ബലപ്പെടുത്താനാ, വെളിപ്പെടുത്താനാ. ഒരിക്കൽ പൗലോസ് ദൈവം തന്നെ കരഞ്ഞ് നിലവിളിച്ചു, ഈ ക്ലേശം കൊണ്ട് ഞാൻ സഹിക്കട്ടു. കർത്താവ് പറഞ്ഞ പോലെ നിനക്കറിയാൻ വയ്യാത്തൊരു രഹസ്യം ഞാൻ നിന്നോട് പറഞ്ഞു തരാം. നീ എപ്പോഴൊക്കെ ബലഹീനനാക്കപ്പെടുന്നു, എന്റെ കരത്താൽ നീ എപ്പോഴൊക്കെ ബലഹീനനാക്കപ്പെടുന്നു, അപ്പോഴൊക്കെ എന്റെ ശക്തി നിന്നിൽ തികയുകയാണ്. പ്രൈസ് ഈ രാത്രി പ്രൈസ് നമുക്ക് ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക. ഞാൻ ഈ സങ്കീർത്തന ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ ശുശ്രൂഷ നമുക്ക് കേൾക്കേണ്ടതായിട്ടുണ്ട്. പല ശുശ്രൂഷകളും ഈ രാത്രിയോട് നടക്കേണ്ടതായിട്ടുണ്ട്. ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഒരു ആത്മീയ ദൂതൻ വിളിച്ചു പറയുകയാണ്, പ്രൈസ് ദി ലോർഡ്, സൈന്യബഹുത്വത്താൽ രാജാവ് ജയം പ്രാപിക്കുന്നില്ല, ബലാധിക്യം കൊണ്ട് വീരൻ രക്ഷപ്പെടുന്നതുമില്ല, ജയത്തിന് കുതിര വ്യർത്ഥമാണ്. മാനുഷികമായ എല്ലാ ശക്തിയുടെ ഉപാധികളും അണയുമ്പോൾ ഹല്ലേലൂയ, നമ്മെ ഇല്ലാതാക്കാനല്ല, നമ്മെ തകർത്തു കളയാനല്ല, ഒരു പുതിയ മഹത്വം നമ്മോട് വെളിപ്പെടുത്താൻ 40 വർഷങ്ങൾ സ്റ്റെഫാനോസിന്റെ പ്രസംഗം അപ്പോസ്തല പ്രവൃത്തികളെ വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, മോശ നല്ല വാക്സാമർത്ഥ്യമുള്ളവനായി മിസ്രയീമിലെ സകല വിദ്യയിലും നിപുണനായി തീർന്നു. അവരെ ഹല്ലേലൂയ വെല്ലാൻ ആരുമില്ലാത്ത വിധത്തിൽ സാമർത്ഥ്യമുള്ളവനായി തീർന്ന ഒരു മോശയെ അടുത്ത 40 വർഷം കൊണ്ടൊരു ബലഹീനനാക്കി. എന്തിനാണെന്നറിയാമോ? അവനെ ബലഹീനനാക്കി കളയാനല്ല, അവനെ ഇല്ലാതാക്കാനല്ല, അവനിലൂടെ യഹോവയുടെ മഹത്വം വെളിപ്പെടാൻ. ഹല്ലേലൂയ, സ്തോത്രം. അവൻ ദുർബലനാകേണ്ടി വന്നു. പ്രൈസ് ദി ലോർഡ്. അവന്റെ വാഗ്ദാനത്തെ ഒരു സന്ദർഭത്തിൽ ഇല്ലാതെയായി തീർന്നു. മോശ തന്നെ ദൈവത്തോട് പറയുന്നു, ഞാൻ തടിച്ച നാവുള്ളവരും ഞാൻ വിക്കലുമാകുന്നുവെന്നോ. പ്രിയരെ, ഇന്ന് രാത്രി ഹല്ലേലൂയ, ദൈവം നമ്മെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മുടെ പുലിക്ക് നമുക്കൊരു തടസ്സമല്ല, നാം ദുർബലരാക്കപ്പെട്ടു എന്നുള്ളത് തടസ്സമല്ല. ഈ രാത്രി ക്ഷീണിച്ച തളർന്ന ഹൃദയത്തോട് ഈ ആലയത്തിലേക്ക് വന്നിരിക്കുന്ന ചില ജീവിതങ്ങളെ നോക്കി തുടർന്നുള്ള ശുശ്രൂഷകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ആത്മീക വിത്തായ അഭിഷേകം ശുശ്രൂഷിക്കുമ്പോൾ അത് നിങ്ങളിൽ പാകപ്പെടേണ്ടതിന് മുമ്പായുള്ള ഒരുക്കമായിട്ട് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്. എവിടെയെങ്കിലും ഒക്കെ ദുർബലമാക്കപ്പെട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും ഒക്കെ ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്നുണ്ടോ? എവിടെയെങ്കിലും ഒക്കെ ശൂന്യത അനുഭവപ്പെടുന്നുണ്ടോ? എവിടെയെങ്കിലും ഒക്കെ ബലഹീനത ജീവിതത്തിൽ തോന്നുന്നുണ്ടോ? ദൈവം പറയുന്നു, ഒരു പുതിയ വെളിപ്പാടിലേക്ക് കൊണ്ടുവരാനാ. ഗോതമ്പ് മണി അതായിരിക്കുന്ന അവസ്ഥയിലായിരുന്നാൽ അതിനകത്ത് ജീവനായും കാണുകയില്ല. ഒരുപക്ഷെ ആ മണി അല്പനേരത്തേക്ക് അല്പം മിനിറ്റുകളിലേക്ക് ആരെങ്കിലും വിശപ്പടക്കുവാൻ ഉതകി എന്നുള്ളതിൽ കവിഞ്ഞ് നിലനിൽക്കുന്ന ഒരു ഫലം അതിലുണ്ടാകത്തില്ല. എന്നാൽ എപ്പോൾ അത് നിലത്ത് വീഴുന്നു, അതെപ്പോൾ മണ്ണോട് ചേരുന്നു, അതെപ്പോൾ അഴുകാൻ തുടങ്ങുന്നു, അതിന്റെ വെള്ളം പിടിച്ചത് കുതിർന്നു വീർക്കുന്നു, അതിന്റെ രൂപമെല്ലാം മാറിപ്പോകുന്നു, അതിന്റെ സ്വർണ്ണ നിറമുള്ള പുറമെല്ലാം പൊട്ടി തകർന്നത് ഒരു ശൂന്യതയിലേക്ക് പോകുന്നത് പോലെ നമുക്ക് തോന്നുമ്പോൾ ഒരു കാര്യം ഓർത്തുവരണം, അതിനകത്ത് മറഞ്ഞിരിക്കുന്ന ഒരു ജീവൻ പുറത്തു വരാൻ പോകുകയാണ്. അത് അവിടെ കൊണ്ട് തീരുകയല്ല, അതിൽ നിന്ന് 100 കണക്കിന് നന്മണികൾ പുറത്തു വരുന്നുവെങ്കിൽ ദൈവം നമ്മുടെ മേൽ തൃപ്തി വയ്ക്കുന്നതിന്റെ പിന്നിലുള്ള ദുർബലതകളെ ഓർത്ത്, ബലഹീനമാക്കപ്പെടുന്നതികളെ ഓർത്ത് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കാൻ എത്ര പേർക്ക് കഴിയും? ദൈവമേ, നീ ദൃഷ്ടി വെച്ച് ചിലപ്പോൾ ഞാൻ ദുർബലനായിട്ടുണ്ടെങ്കിൽ അതിനകത്തു നിന്നൊരു ജീവൻ വെളിപ്പെടുത്താൻ ദൈവമേ നിനക്ക് പദ്ധതി ഉണ്ടെന്ന് ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു. കാരണം നിന്റെ വായിലെ ശ്വാസത്താൽ ഈ പ്രപഞ്ചത്തെ ഉളവാക്കാൻ നിനക്ക് കഴിഞ്ഞെങ്കിൽ എന്റെ ജീവിതത്തിലെ വിഷയങ്ങൾ നിനക്കൊരു വിഷയമല്ല, എന്റെ പ്രതികൂലങ്ങൾ നിനക്കൊരു പ്രതികൂലമല്ല, എന്റെ വേദനകൾ നിനക്കൊരു വേദനയല്ല. നീ എന്നെ പണിതെടുത്ത ഒരു പൊന്നുപോലെ ഈ ദിവസങ്ങൾ നീ ഉപയോഗിക്കാൻ ശക്തനാണെന്ന് ദൈവത്തെ കുറിച്ചൊരു ബോധ്യവിരാതെ നമുക്കുണ്ടാകട്ടെ. ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് വചനത്തിന് മുമ്പിൽ നമ്മെ സമർപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ നമുക്ക് ഒരുമിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താൻ ദൈവകരങ്ങൾ ഏൽപ്പിച്ച ശാന്തമായി അല്പ നിമിഷം കൂടെ ദൈവത്തിൽ എഴുന്നേറ്റ് നിന്ന് നമ്മെ തന്നെ ദൈവജനത്തിന് മുമ്പിൽ സമർപ്പിച്ച് എന്തിനാണ് നാം ഇങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്? തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വിടുതലായി തീരണം, ഒരത്ഭുതമായി തീരണം. എവിടെയൊക്കെയോ ദുർബലമാക്കപ്പെട്ട അനുഭവങ്ങളിൽ ഇന്ന് രാത്രി ദൈവാത്മാവനോട് ശക്തമായി പറയുന്നു, എവിടെയൊക്കെയോ ദുർബലം
ദുർബലമാക്കപ്പെട്ട ബലഹീനയാക്കപ്പെട്ട സാഹചര്യങ്ങളുടെ നടുവിൽ കർത്താവേ, എനിക്കെന്താ ഈ കഷ്ടം? പ്രൈസലോ അങ്ങനെ മുഖം അന്വേഷിച്ച് ഇറങ്ങിയതിനു ശേഷം ഞാൻ ഈ വേദനകൾ എന്തിൽ അനുഭവിക്കുന്നു കർത്താവേ എന്ന് വ്യാകുലപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ രാത്രി ദൈവാത്മാവ് ഞാൻ പറയട്ടെ, ആ വേദനയ്ക്കകത്തുനിന്നൊരു പുതിയ ജീവൻ വെളിപ്പെടാനുണ്ട്. ദൈവത്തിന്റെ ഒരു വലിയ പ്രതീക്ഷ വെളിപ്പെടാനുണ്ട്, ഒരു ജീവൻ വെളിപ്പെടാനുണ്ട് എന്നുള്ള വ്യക്തമായ ഉറപ്പോടെ ഈ പാട്ടിന്റെ ഈരടികൾ ചേർന്ന് പാടി നമുക്ക് ദൈവത്തെ
നിൽക്കാതെ അത്ഭുത ദൈവത്തിന് സ്തുതിയേൽപ്പിക്കുക. വ്യക്തമായി അറിയുന്ന ഒരു കർത്താവിന്റെ സന്നിധിയിൽ ഈ രാത്രി നാം അടുത്തു വന്നിരിക്കുമ്പോ ആ സങ്കടത്തിലേക്ക് നമുക്ക് രാത്രി എടുത്തിയല്ല. നമ്മുടെ കഥകൾ തുറന്നു വയ്ക്കുമ്പോ അവരുള്ളവനാമറിയുന്ന നമ്മുടെ പാഠങ്ങളെ അറിയുന്ന വിലനീക്കപ്പെട്ട ദുർബലരാക്കപ്പെട്ട ക്ഷീണിച്ചു പോയതെന്ന് രാത്രി വിചാരപ്പെട്ടാണ് ഈ ആലയത്തിലേക്ക് കടന്നുവന്നെങ്കിലും പറയുന്നു നിന്നെ ദുർബലമാക്കുവാനല്ല, നിന്നെ തളർത്തിക്കളയുവാനല്ല. ഞങ്ങൾ സകലവും ഈ ശരീരത്തിന് കഷ്ടം അനുഭവിക്കുന്നില്ലെങ്കിലും ഞങ്ങൾ ഇടുങ്ങിയിരിക്കുന്നതില്ല എന്ന് പോകാൻ പറഞ്ഞതുപോലെ ഈ രാത്രി നിമിഷത്തിന് വൈദ്യുതിക ജീവൻ നമ്മുടെ വ്യാപരിച്ചിട്ട് ദൈവ സാന്നിധ്യത്തിൽ പ്രവർത്തിക്കട്ടെ. എല്ലാ ക്ഷീണങ്ങളും ഈ രാത്രി കഴിഞ്ഞു മാറട്ടെ. അപ്പാവിന്റെ ബലം ഈ രാത്രി ദൈവങ്ങളെ വ്യാഖ്യാനിക്കട്ടെ. എല്ലാ നാമത്തോടും ദൈവത്തെ സ്തുതിച്ചാണ്, എല്ലാ നാമത്തോടും ദൈവത്തെ സ്തുതിച്ചാണ്. ആരും കലഹിക്കുന്നതയും ജീവിതത്തിൽ അനുഭവിച്ച സന്ദർഭങ്ങളുണ്ടെങ്കിൽ അത് നമ്മുടെ ഇന്നലെ ദൈവമല്ല, കർത്താവിനെ രക്ഷകനായി ജീവിച്ച് ദൈവസ്നേഹത്തിലേക്ക് വന്ന ദൈവത്തിന്റെ പൈതലെ നീ അനുഭവിക്കുന്ന വേദന, നീ അനുഭവിക്കുന്ന ക്ഷീണം നിന്റെ താഴ്ത്തിക്കളയാനല്ല, ഇതിന്റെ അവന്റെ മനുഷ്യ വെളിപ്പെടാൻ, അതിന്റെ മനുഷ്യ വെളിപ്പെടാൻ, അവന്റെ മനുഷ്യ വെളിപ്പെടാൻ ഈ രണ്ട് ദൈവത്തെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഈ ദുർബലരാക്കപ്പെടുമ്പോൾ ഒറ്റപ്പെടുമ്പോൾ ജീവിതത്തിൽ ക്ഷീണിക്കപ്പെട്ട് മോചിച്ചെന്ന് തോന്നുമ്പോൾ ആരപ്പുള്ള ദൈവത്തിനെ നിരാശപ്പെടേണ്ട അവരുടെ രക്ഷകനായ കർത്താവ് അതിനെ മറുത്തോവനായി നമ്മിൽ വെളിപ്പെടുവാൻ ഈ രാത്രി ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും ദുർബലരാക്കപ്പെട്ടത്. നമ്മുടെ ബലഹീനതയിൽ ഇത്രയാത്ര ദൈവശക്തി ഒന്ന് തിരിഞ്ഞു വരട്ടെ. 12 നിമിഷത്തിലൂടെ എല്ലാവരും ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചാട്ട്, അതിനെ ചലിപ്പിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്, അത്ഭുതമായി ദൈവത്തെ സ്തുതിച്ചാട്ട്. ഈ ആലയത്തിനകത്ത് സ്തുതിയുടെയും സ്തോത്രത്തിന്റെയും ശബ്ദം ഒഴുകി കേൾക്കട്ടെ. എല്ലാ ബലഹീനതകളുടെ പേരും ഈ രാത്രി ദൈവിക ജീവൻ വ്യാപരിക്കട്ടെ. നമുക്ക് ദൈവങ്ങളിലേക്ക് താഴ്ത്തി ദൈവങ്ങളുടെ പറവിലേക്ക് നമ്മെ സമ്പൂർണ്ണമായി നമ്മെ സമർപ്പിക്കും. ഇവിടെ പാടിയ പാട്ടുകൾ പോലെ ആരംഭത്തിലെ പാട്ടിൽ നമ്മൾ പാടി യേശുവേ നീ മാത്രം ഉന്നത സങ്കീർത്തനത്തിന്റെ ആരംഭ ഭാഗത്ത് നാം കണ്ടു യഹോവ എത്ര വലിയവൻ. സങ്കീർത്തനത്തിന്റെ രണ്ടാം ഭാഗത്ത് നാം കണ്ടു വേലാധിക്യം കൊണ്ട് രക്ഷപ്പെടാൻ കഴിയാത്ത വീരനോ സൈന്യഭഗത്വത്താൽ ജയം പ്രാപിക്കുവാൻ കഴിയാത്ത രാജാവും ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ തന്റെ ബലം കുതിരയ്ക്കും ബലമല്ലാതായി തീർന്ന സന്ദർഭങ്ങളുണ്ട്. എന്നാൽ ഇന്ന് രാത്രി
തന്നെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് സ്വർഗത്തിൽ ദൈവം ഭൂമിയിലേക്ക് നോക്കുന്നു. നമ്മെ ഓരോരുത്തരെയും കാണട്ടെ. ഈ ആലയത്തിൽ നിൽക്കുന്ന ഓരോരുത്തരെയും കാണട്ടെ. ഏകാഗ്ര ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുന്ന ഭക്തരെ ഇന്ന് രാത്രി ദൈവം കടാക്ഷിക്കും. ഇന്ന് രാത്രി ദൈവം കടാക്ഷിക്കും. ഇന്ന് രാത്രി ദൈവം കടാക്ഷിക്കും. വിശ്വാസത്തോടെ ഞാൻ വിളിച്ചു പറയുന്നു. ധൈര്യത്തോടെ ഞാൻ വിളിച്ചു പറയുന്നു. തിരുവചനത്തിന്റെ പിൻബലത്തിൽ ഞാൻ വിളിച്ചു പറയുന്നു. എന്നിൽ ശ്രദ്ധ വയ്ക്കുന്ന ദൈവത്തിന്റെ പൈതലെ നിന്നെ ഇന്ന് രാത്രി ദൈവം കടാക്ഷിക്കും. ഇന്ന് ദൈവം നിന്നെ ബലപ്പെടുത്തും. നിങ്ങളെ നമുക്ക് ദൃഷ്ടി പറഞ്ഞിട്ടുണ്ട്. നിനക്ക് ക്ഷീണം തോന്നുന്നുണ്ടോ? നിനക്ക് ഭാരം തോന്നുന്നുണ്ടോ? ദുർബലമാക്കപ്പെടുന്നതോടെ തോന്നുന്നുണ്ടോ? ഇല്ലാതെ നഷ്ടപ്പെടലല്ല. നിന്നെ ദൈവം തന്നെ നമുക്ക് ബലപ്പെടുത്താൻ ദൈവകരങ്ങളിലേക്ക് അപൂർണമായ പിതാവിനുള്ള വിധത്തിൽ എന്റെ മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കും. ഞങ്ങൾ ഭാരം അനുഭവിച്ചു പലപ്പോഴും കർത്താവിനെ പരമാത്മതയോട് പിൻപറ്റാൻ ഞാൻ എന്റെ ചുവടുകൾ വെച്ചു. ദൈവമേ, എന്തുകൊണ്ട് ഞാൻ ഈ വേദനകൾ അനുഭവിക്കേണ്ടി വരുന്നുവെന്ന് ഞങ്ങൾ പുലർത്തിയിട്ടുണ്ട്. പലപ്പോഴും ഞങ്ങൾ നിരാശപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഞങ്ങൾ മനസ്സിലാക്കപ്പെടുന്നു. ഇന്ന് രാത്രി ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങൾ ബലഹീനരാക്കപ്പെടുമ്പോൾ നിന്റെ കൃപ ഞങ്ങളിൽ വർദ്ധിക്കുകയാണോ? ഞങ്ങൾ ദുർബലരാക്കപ്പെടുമ്പോൾ നിന്റെ മഹത്വം ഞങ്ങളിൽ വെളിപ്പെടുകയാണോ? ഞങ്ങൾ പർപ്പോസിന്റെ ഏകാന്തതയിലേക്ക് തള്ളപ്പെടുമ്പോൾ അങ്ങയുടെ വെളിപ്പാട് ഞങ്ങളിൽ പകരുകയാണെന്ന് ഇന്ന് രാത്രി ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഞങ്ങളെ സമർപ്പിക്കുന്നു. ഒരുമിച്ച് പാടുവാദികൾ ബലപ്പെടുത്തുന്ന ദൈവം സഞ്ചരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോട് എല്ലാവർക്കും ഇരിക്കാം. കുഞ്ഞുങ്ങൾക്ക് ഓൺലൈൻ